ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കേരള PSC നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ ചെയ്യുന്നത്. നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റന്റ് മെയിൻ എക്സാമിനേഷൻ, ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള, കാറ്റഗറി നമ്പർ 486/2022, ചോദ്യപേപ്പർ കോഡ് 160/2023, മലയാളം. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആൽഫ കോഡ് എ. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100, സമയം 90 മിനിറ്റ്, മാക്സിമം മാർക്ക് 100. ആദ്യത്തെ ചോദ്യം, 1685 കേരളത്തിലെ ജൂതന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പഠനം നടത്താൻ ആംസ്റ്റർഡാമിൽ നിന്നുള്ള ഒരു കൂട്ടം ജൂത പ്രതിനിധികൾ കേരളത്തിലെത്തി. അവർ അവരുടെ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അത് കേരളത്തിലെ ജൂതന്മാരെ കുറിച്ചുള്ള സാധുവായ ഉറവിടമായി കണക്കാക്കപ്പെടുന്നു. എത്തിയ സംഘത്തിന്റെ തലവൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പെരേര ഡി പൈവ മോസസ്. രണ്ടാമത്തെ ചോദ്യം, കുരുമുളക് ഒഴികെ മറ്റെല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും മലബാറിലെ ജോയിന്റ് കമ്മീഷണർമാർ സൗജന്യമായി പ്രഖ്യാപിച്ചു. ആരായിരുന്നു കമ്മീഷണർമാർ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 1ഉം 2ഉം ശരിയാണ്. ജോനാഥൻ ഡങ്കൻ, ചാൾസ് ഗോർഡൻ. മൂന്നാമത്തെ ചോദ്യം, 19ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നീതി നടപ്പാക്കുന്നതിനുള്ള ഇൻസുഫ് കച്ചറികൾ സ്ഥാപിക്കപ്പെട്ടു. തിരുവിതാംകൂറിന്റെ ജുഡീഷ്യറി ചരിത്രത്തിൽ ഇത്രയും സുപ്രധാനമായ ഒരു സംഭവ വികാസത്തിന് ഉത്തരവാദി ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഉമ്മിണിത്തമ്പി. നാലാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് കുങ്കുമവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ചട്ടമ്പി സ്വാമികൾ. മിഷൻ ഇന്റഗ്രേറ്റഡ് ബയോ റിഫൈനറികളുടെ ഇന്നോവേഷൻ റോഡ്മാപ്പ് ആരംഭിച്ച രാജ്യം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ത്യ. മഹാശക്തികൾ തമ്മിലുള്ള പ്രതിരോധ ബന്ധം അർത്ഥമാക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 1 മാത്രമാണ് ശരി. 1. ഒരു ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാനും യുദ്ധം ആരംഭിക്കാൻ ആർക്കും കഴിയാത്തത്ര നാശം വരുത്താനും ഇരുപക്ഷത്തിനും ശേഷിയുണ്ട്. ഏഴാമത്തെ ചോദ്യം, ഭൂഗർഭജലത്തിന്റെ മണ്ണൊലിപ്പിന്റെ ഫലമായി രൂപപ്പെട്ട ഭൂപ്രകൃതി ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 1, 2, 3 മാത്രം. 1 പോൾജെ, 2 ഡോളിൻ, 3 ഹുൻസ്. എട്ടാമത്തെ ചോദ്യം, കുറോഷിയോ സമുദ്രത്തിന്റെ പ്രവാഹ വ്യവസ്ഥയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. അവ ഊഷ്മള സമുദ്രപ്രവാഹങ്ങൾ ഉൾക്കൊള്ളുന്നു. 2. അവ ഫിലിപ്പീൻസ്, ജപ്പാൻ, ചൈന എന്നിവയുടെ തീരത്ത് ഒഴുകുന്നു. 3. വ്യാപാര കാറ്റിൽ നിന്നും ആണ് അവ ഊർജം നേടുന്നത്. 4. സുഷിമ കറന്റ് ഫോമസ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഒമ്പതാമത്തെ ചോദ്യം, 15 കിലോമീറ്ററിൽ കൂടുതൽ പ്രധാന അരുവിയുടെ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 44. 10. കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ ബന്ധിപ്പിക്കാൻ വിഭാവന ചെയ്തിട്ടുണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 10. 11ാമത്തെ ചോദ്യം, 4310 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിമിലെ ഏത് പർവ്വതപാതയാണ് പുരാതന സിൽക്ക് റൂട്ടിന്റെ ഭാഗമാകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നാഥുല. 12ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഈയിടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് താഴെ പറയുന്ന ഏത് നദിയുടെ മുകളിലാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ചെനാബ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ മുൻകാല ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷന്മാർ മാത്രം അടങ്ങുന്ന സെറ്റുകൾ തിരിച്ചറിയുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 2ഉം 3ഉം മാത്രം. 2. ഗുൽസാരിലാൽ നന്ദ, പ്രണബ് മുഖർജി, മാധവ് സിംഗ് സോളങ്കി. 3. ജവന്ത് സിംഗ്, KC പന്ത്, മോണ്ടക് സിംഗ് അലുവാലിയ. 14ാമത്തെ ചോദ്യം, നാഷണൽ അക്കാദമി ഓഫ് ഡയറക്ട് ടാക്സ് സ്ഥിതി ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നാഗ്പൂർ. 15ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആമുഖം അനുസരിച്ച് RBIയുടെ വ്യക്തമായ ചുമതലകൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 1, 2, 3, 4 ഓൺലൈൻ. ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ നിയന്ത്രിക്കുക, കരുതൽ സൂക്ഷിക്കൽ, പണസ്ഥിരത, ഡെപ്പോസിറ്റുകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. 5. കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റവും പ്രവർത്തിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 1, 2, 3, 5 ഓൺലൈൻ. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പ്രധാന ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡികളെ തിരിച്ചറിയുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇവയെല്ലാം: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ്
റൂറൽ ഡെവലപ്മെന്റ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. 1963 പഞ്ചസാരയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ജോലികൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കൃഷി വകുപ്പിൽ നിന്നും ഭക്ഷ്യവകുപ്പിലേക്ക് മാറ്റി. ആവാം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1, 2, 3 ഓൺലി. ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോയമ്പത്തൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് ലക്നൗ. 3 ഇന്ത്യൻ സെൻട്രൽ ഷുഗർ കെയിൻ കമ്മിറ്റി ന്യൂഡൽഹി. 48ാമത് GST കൗൺസിൽ പ്രകാരം മോട്ടോർ കാറുകൾക്ക് SUV 1500 cc നീളം 4 മീറ്ററും ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm തുല്യമോ അതിൽ കൂടുതലോ ആണെങ്കിൽ സെസ് നിരക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 22%. 19ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിന്റെ അർത്ഥത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് വരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മുകളിൽ പറഞ്ഞവയെല്ലാം. ഇന്ത്യൻ സർക്കാരും പാർലമെന്റും സംസ്ഥാന സർക്കാരും നിയമസഭയും. 2 ഇന്ത്യൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാദേശിക അധികാരികളും. 3 പൊതു കോർപ്പറേഷനുകൾ ഉൾപ്പെടെ എല്ലാ പൊതു അധികാരികളും. 4 സ്വയംഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. 5 തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും. 20ാമത്തെ ചോദ്യം. 2016 ഭരണഘടനയുടെ 101ാം ഭേദഗതി നിയമം ഡാഷ് കൈകാര്യം ചെയ്യുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1 ഓൺലി. ചരക്ക് സേവന നികുതി ബിൽ. 21ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ നിയുക്ത ശ്രേഷ്ഠ ഭാഷകളുടെ ശരിയായ ലിസ്റ്റ് തിരിച്ചറിയുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒറിയ. 22ാമത്തെ ചോദ്യം. മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3 ഓൺലി. 1 പാർലമെന്റിൽ സമർപ്പിക്കേണ്ട നയത്തിന്റെ അന്തിമ നിർണയം. 2 പാർലമെന്റ് നിർദ്ദേശിച്ച നയത്തിന് അനുസൃതമായി ദേശീയ എക്സിക്യൂട്ടീവിന്റെ പരമോന്നത നിയന്ത്രണം. 3 നിരവധി വകുപ്പുകളുടെ താൽപര്യങ്ങളുടെ തുടർച്ചയായ ഏകോപനവും പരിമിതികളും. 23ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രവർത്തനമല്ലാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. 24ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മിസ്റ്റർ അബ്ദുൾ ഫത്താഹ് LCC, ഈജിപ്തിലെ പ്രസിഡന്റ്. 25ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഒന്ന് ശരിയല്ല, ഇതിൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ ഉത്തരം ശരിയല്ല. 26ാമത്തെ ചോദ്യം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1, 2, 4 ശരിയാണ്. 1 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 323A. 2 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിയമം 1985 പാസാക്കി. 3 4 ട്രൈബ്യൂണലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലവനാണ് രജിസ്ട്രാർ. 27ാമത്തെ ചോദ്യം. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം 2022 ലഭിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആനി എർണാക്സ്. 28ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് PCA നിയമം 1961. 29ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1, 2, 4. 1 CAG, 2 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, 4 ധനകാര്യ കമ്മീഷൻ. 30ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3. 1 എൽഡർ ലയൺ 14,567. 2 ശ്രേഷ്ഠം പദ്ധതി ഭിന്നശേഷിയുള്ളവർ. 3 മന്ദഹാസം മുതിർന്ന പൗരന്മാർ. 31 ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് സ്ത്രീകളിൽ എന്ത് ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കുന്നു? ശരിയായ ഉത്തരം 1, 3, 4. 1 ഈസ്ട്രജന്റെയും പ്രൊജസ്റ്ററോണിന്റെയും സന്തുലിതാവസ്ഥയിലെ മാറ്റമാണ് പ്രസവത്തിന് തൊട്ടു മുമ്പുള്ള പ്രധാന മാറ്റം. ഈസ്ട്രജൻ ഗർഭാശയ പേശികളുടെ സങ്കോചങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. പ്രൊജസ്റ്ററോൺ പേശികളുടെ സങ്കോചത്തെ തടയുന്നു. 3 പിൻഭാഗത്തെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് പുറത്തുവിടുന്ന ഓക്സിറ്റോസിൻ സർവിക്സിലെ റിസപ്റ്ററുകൾ വഴി ഹൈപ്പോതലാമസിനെ ഉത്തേജിപ്പിക്കുന്നതിന്റെ ഫലമായി പുറത്തുവിടുന്ന വളരെ ശക്തമായ ഗർഭാശയപേശി ഉത്തേജകമാണ്. 4 അണ്ഡാശയവും മറുപിള്ളയും സ്രവിക്കുന്ന റിലാക്സിൻ പെൽവിസിന്റെ അസ്ഥികൾ തമ്മിലുള്ള ബന്ധം അയവുവരുത്തുന്നു. അതുവഴി നവജാത ശിശുവിനെ എളുപ്പത്തിൽ പുറത്തുകടക്കുന്നതിന്
ജനന കനാൽ വലുതാക്കുന്നു. 32ാമത്തെ ചോദ്യം, മനുഷ്യന് ആവശ്യമായ കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനുകൾ താഴെ പറയുന്നവയാണ്. കോളം 1 വിറ്റാമിനുകളുമായി അതിന്റെ കുറവുള്ള ലക്ഷണങ്ങളും. കോളം 2 ഉറവിടങ്ങളും. കോളം 3 ചേരുംപടി ചേർക്കുക. വിറ്റാമിൻ എ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 4, 4. 1 വിറ്റാമിൻ എ റെറ്റിനോൾ ചർമ്മം, ശ്വസന വ്യവസ്ഥ, യൂറോ ജെനിറ്റൽ ട്രാക്ട് എന്നിവയുടെ വരണ്ട പൊട്ടുന്ന എപ്പിത്തീലിയ, രാത്രി അന്ധതയും വികലമായ തണ്ടുകളും. 4 ഇലക്കറികളും പഴങ്ങളും പാലുൽപ്പന്നങ്ങളും, മുട്ടയുടെ മഞ്ഞക്കരു, മത്സ്യ, കരൽ, എണ്ണ തുടങ്ങിയവ. രണ്ടാമത്തെ വിറ്റാമിൻ ഡി കാൽസിഫെറോൾ. 3 റിക്കറ്റുകൾ അല്ലെങ്കിൽ ഓസ്റ്റിയോമലാസിയ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വളരെ കുറവാണ്. മൃദുവായ അസ്ഥികൾ, വികലമായ അസ്ഥികൂടം, മോശം പേശി വികസനം. 3 മുട്ടയുടെ മഞ്ഞക്കരു, പാൽ, മത്സ്യ, എണ്ണകൾ. മൂന്നാമത്തെ വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ. പുരുഷ വന്ധ്യത, മസ്കുലർ ഡിസ്ട്രോഫി, ശിശുക്കളിൽ അസാധാരണമായ ചുവന്ന രക്താണുക്കൾ. സസ്യങ്ങളിലും മൃഗങ്ങളിലും ആഹാരം വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നു. ഉദാഹരണം മാംസം, മുട്ടയുടെ മഞ്ഞക്കരു, ഇലക്കറികൾ, വിത്ത്, എണ്ണകൾ. 4 വിറ്റാമിൻ കെ മന്ദഗതിയിലുള്ള രക്തം കട്ടപിടിക്കുന്നതും രക്തസ്രാവവും. ഇലക്കറികൾ. ഉയർന്ന സംവേദനക്ഷമതയുള്ള സി റിയാക്റ്റീവ് പ്രോട്ടീൻ CRP അമിതവണ്ണമുള്ള കുട്ടികളിലും കൗമാരക്കാരിലും ഹൃദയ സംബന്ധമായ അപകട സാധ്യതയുടെ ഒരു നല്ല അടയാളമാണ്. CRPയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1, 2 ഓൺലൈൻ. കരൾ സമന്വയിപ്പിച്ച പെൻഡമെറിക് പ്രോട്ടീൻ ആണ് CRP. റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള വിട്ടുമാറാത്ത കോശജ്വലനാവസ്ഥകളിൽ അതിന്റെ സ്ഥിരമായ ഉയർന്ന അളവ് കാണാം. വിദേശ രോഗകാരികളെയും കേടായ കോശങ്ങളെയും തിരിച്ചറിയുന്നതിലും നീക്കം ചെയ്യുന്നതിലും CRP ഒരു പങ്ക് വഹിക്കുന്നു. 34ാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടന 2022 ജൂലൈയിൽ ഏത് വൈറൽ രോഗമാണ് അന്താരാഷ്ട്ര ആശങ്കയുടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മങ്കി പോക്സ്. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഭാരം. 36ാമത്തെ ചോദ്യം, തെർമോമീറ്ററിന്റെ കാലിബ്രേഷനുള്ള സ്റ്റാൻഡേർഡ് ഫിക്സഡ് പോയിന്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 273.16 K. 37ാമത്തെ ചോദ്യം, നേർത്ത ഓയിൽ ഫിലിമിലെ നിറങ്ങൾക്ക് കാരണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇടപെടൽ. 38ാമത്തെ ചോദ്യം, എപ്പോഴാണ് ചന്ദ്രയാൻ 1 നിക്ഷേപിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 2008. 39ാമത്തെ ചോദ്യം, അലുമിനിയം ലോഹം നീരാവിയുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ ശരിയായ ഉത്തരം അലുമിനിയം ഓക്സിജനും. 40ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കാർബൺ 14. 41ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് വാതകങ്ങൾ ചാൾസിന്റെ നിയമം അനുസരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി താഴ്ന്ന മർദ്ദവും താഴ്ന്ന താപനിലയും. 42ാമത്തെ ചോദ്യം, താഴെ പറയുന്ന സ്പീസീസിൽ ഏതാണ് ലൂയിസ് ആസിഡായി പ്രവർത്തിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി AiCl3. 43ാമത്തെ ചോദ്യം, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂർ. 44ാമത്തെ ചോദ്യം, മുറ്റിലോട്ട് ഭഗവതി ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കഥകളി. 45ാമത്തെ ചോദ്യം, GV രാജയുടെ മുഴുവൻ പേര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗോദവർമ്മ രാജ. 46ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ONV കുറുപ്പിന്റെ കൃതികൾ അല്ലാത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഓൺലി 2, 4. 2 നൃത്തശാല, 4 പേട്ടോടം. 47 പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേരെന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 48ാമത്തെ ചോദ്യം, കിഫ്ബി യുടെ പൂർണ്ണ രൂപം എന്താണ്? ശരിയായ ഉത്തരം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. 49ാമത്തെ ചോദ്യം, എപ്പോഴാണ് ലതാ മങ്കേഷ്കർ മരിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഫെബ്രുവരി 6, 2022. 50ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ഉപകരണങ്ങളുടെ പട്ടികയിൽ
ഏതാണ് ഇന്റലിജൻസ് ഉപകരണങ്ങളായി കണക്കാക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3ഉം 4ഉം മാത്രം. 3 സ്വിച്ച്, 4 റൂട്ടർ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. ഇന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ കാറ്റഗറി നമ്പർ 486/2022, ചോദ്യക്കോഡ് 160/2023 മലയാളം പരീക്ഷയുടെ 50 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.